സെൽഫിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം സ്വരഭേദങ്ങൾ. പൊതുവെ അഭിനയിക്കുന്നവർക്ക്, ഞാൻ ഈ രണ്ട് രംഗത്തും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നൊരു കാര്യം, അഭിനയിക്കുന്നവർക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നവരോട് എപ്പോഴും തൃപ്തി വരാറില്ല. അവരിനിപ്പോൾ അഥവാ അത് ഹിറ്റായാൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്ന പല സാധനങ്ങളും ഇവരുടെ നിന്ന് വന്നില്ല എന്നൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പിന്നെ വേറൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്, ഹീറോയിൻസിനെ കൊണ്ട് ഡയലോഗ്സ് എല്ലാം ഡബ് ചെയ്യിപ്പിക്കുക, കരയാനും ചിരിക്കാനുള്ള ഡബിങ്. ഞാൻ അതിനെതിരായിരുന്നു. കാരണം അത് പാടില്ല. അത് തീർച്ചയായിട്ടും പാടില്ല. കരയാനും ചിരിക്കാനും അറിയാത്തൊരു ആർട്ടിസ്റ്റ് ഇതിന് വരരുത്, ഈ പണിക്ക് വരരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എന്റെ അവസ്ഥ. ചന്ദ്രമോഹനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നേരത്തെ നമ്മൾ പറഞ്ഞു ചന്ദ്രമോഹൻ ഏറ്റവും കൂടുതൽ ശബ്ദം കൊടുത്തിട്ടുള്ള ശങ്കറിനാണ്. പ്രിയദർശന്റെ ഒട്ടുമിക്ക സിനിമകളും, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രേമഗീതങ്ങളിൽ ഷാനവാസിനും അങ്ങനെ കുറേ പേർക്ക് ഡബ് ചെയ്തുവെങ്കിലും എൻ്റെ ശബ്ദം ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ആർക്കാണെന്ന് തോന്നിയിട്ടുണ്ട്? ശങ്കറിന് തന്നെയാണ്. ശങ്കറിന് തന്നെയാണ്. ഈ ശങ്കറുമായിട്ട് നല്ല സൗഹൃദവും ഉണ്ടായിരുന്നു അല്ലേ? റഹ്മാന് എനിക്കിപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്നോട് സീമ ചേച്ചിക്ക് ഡബ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ പറയോ ഞാൻ ചെയ്താൽ ശരിയാവില്ല, അന്നൽ ചേച്ചി ചെയ്താലേ ശരിയാവുള്ളൂ, ഗീതയ്ക്ക് ഡബ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരി റഹ്മാന് ചന്ദ്രമോഹന്റെ ശബ്ദമാണോ കൃഷ്ണേന്ദ്രന്റെ ശബ്ദമാണോ ആപ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അത് നമുക്കെല്ലാം ശരിയായിട്ടേ തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുറെ കൂടെ കൃഷ്ണേന്ദ്രന്റെ വോയിസ് ആണ് ആപ്റ്റ്. റഹ്മാൻ അതാണ് കറക്റ്റ്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ശങ്കറിന് തീർച്ചയായിട്ടും ശങ്കറിന് ഡബ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചന്ദ്രമോഹന്റെ ശബ്ദം തന്നെയായിരുന്നു ശങ്കറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലേ? അതുപോലെ രാജ്കുമാറിനും വളരെ ആപ്റ്റ് ആയിട്ടുള്ള വോയിസ് തന്നെയാണ്. ആൻഡ്രലേച്ചി, ചന്ദ്രമോഹൻ അല്ലേ? എന്തോ ചോദിക്കാനുണ്ടെന്ന്. സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു ചവിട്ടുപടിയായിട്ടാണ് ഡബ്ബിംഗ് കണ്ടുവരുന്നത്. സംവിധാനത്തിലേക്കും നടീ നടന്മാരായി വരാൻ വേണ്ടിയിട്ടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഒരു ചവിട്ടുപടിയായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളല്ലേ ഈ ഡബ്ബിംഗ് എന്ന് പറഞ്ഞ മഹത്തായ കലയെ പിന്നോട്ടടിക്കുന്നത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. അതിൻ്റെ ഉത്തരം പറയാം. ഞങ്ങൾ ഇതിൽ എത്താൻ, പല മേഖലയിൽ എത്താൻ ആഗ്രഹിച്ച് തുടക്കത്തിലാണ് ഇതിൽ വന്നത്. ഇതിൽ അഭിമാനം കൊള്ളുന്നത് ഇത് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴാണ്. ഒരു സ്ഥലത്ത് എത്തിയിട്ട്, ഈ സ്റ്റേജിലെത്തിയിട്ട് ഇവിടെ കസേരയിൽ നമ്മൾ ഉത്തരം പറയുമ്പോഴാണ് ഈ ഷോയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഡബ്ബിംഗ് എന്താണെന്ന് പുറത്ത് നിൽക്കുന്ന മോനിപ്പോൾ ചോദിച്ച പോലെ അതിനെക്കുറിച്ച് വലിയ അറിവില്ലാതെ ഇതിനകത്ത് അഭിനയം ആഗ്രഹിച്ച് എത്തി ഡബ്ബ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഡബ്ബിംഗ് ഒരു വലിയ കലയാണെന്ന് മനസ്സിലാകുന്നത്. അവിടെയാണ് എൻ്റെ ബഹുമാനം തുടങ്ങുന്നത്. അതിന് മുൻപ് അതിനോട് ബഹുമാനം തോന്നിയിട്ടില്ല. എത്തിയ വഴികളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇന്ന് ഡബ്ബിങ്ങിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ എല്ലാവരും പറയും. മനസ്സിലായില്ലേ? തുടക്കത്തിൽ അറിയില്ലായിരുന്നു, കുഞ്ഞിപ്പോൾ ചോദിച്ച അവസ്ഥയിലായിരുന്നു. നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ അത് മാറി. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ താത്തിക്കെട്ടുകയല്ല, പൊക്കി തന്നെ നിർത്തുക. അതുകൊണ്ടാണല്ലോ നമ്മൾ വന്നത്. ഇല്ലേ പിന്നെ ഞാൻ അഭിനയിക്കുകയുള്ളൂ എന്ന് ഞാൻ വരാതിരുന്നാൽ പോരെ ഇന്റർവ്യൂ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു. ഓക്കെ, ദേവിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എത്ര സിനിമകൾ ചെയ്യുന്നു അത്രയും തന്നെ സീരിയലുകളും ചെയ്യുന്നുണ്ട്. ഇതിനെ രണ്ടും വ്യത്യസ്തമായിട്ടാണോ കാണുന്നത്, അതോ രണ്ടും ഒരേപോലെ സ്ട്രെയിൻ ചെയ്ത് തന്നെയാണോ ചെയ്യുന്നത്? ഡബ്ബിംഗ് കല ഒന്ന് തന്നെയാണ്, പക്ഷേ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഒരു ഫാക്ടറാണ്. ഇപ്പം നമ്മൾ ഒരു ഡയലോഗ് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ, സീരിയലിൽ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി എടുക്കണോന്ന് സംശയിക്കുന്ന നേരം കൊണ്ട് അടുത്ത ഡയലോഗിൻ്റെ പൈലറ്റ് കിട്ടിക്കഴിയും. നമ്മൾ ആ സംശയിക്കുന്ന ടൈമിൽ അടുത്ത ഡയലോഗിൻ്റെ പൈലറ്റ് നമുക്ക് വരികയാണ്. പക്ഷേ സിനിമയെ സംബന്ധിച്ച് നമ്മൾ ഒരു ഡയലോഗ് ഡബ് ചെയ്താൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും ഇട്ട് കേട്ട് അത് പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ഡയലോഗിലേക്ക് പോകുന്നുള്ളൂ. ഡബ്ബിംഗ് ഒന്നാണ്, പക്ഷെ പെർഫെക്ഷൻ കുറച്ചും കൂടി സിനിമയിൽ കൂടുതലാണ്. ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തുവോ സിനിമയ്ക്കും? ഈ ഒരു ശബ്ദം തന്നെയല്ല, ഒരു ശബ്ദം, രണ്ടാമതൊരു ശബ്ദം, മൂന്നാമതൊരു ശബ്ദം ഒന്നും വരുത്താൻ പറ്റില്ല. അതിന്റെ ആളല്ലേ ഈ ഒരാൾ മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ 9 ശബ്ദത്തിൽ ഒരു സിനിമയിൽ 9 ശബ്ദം കൊടുത്തിട്ടുള്ള ഏക ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അത് ഞാൻ ഏത് വേദിയിലും ഞാൻ പറയാറുണ്ട്, ഞങ്ങളുടെ മലയാള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മുൻപിൽ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, പുറത്തും ഞാൻ പലരോടും പറയാറുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും എന്നെ ആകർഷിച്ചൊരു സംഭവം എപ്പോഴും ഈ പല്ലില്ലാത്ത, അത് എത്രയോ അങ്ങനെ കന്മദത്തിൽ മാത്രമല്ല, സുബലക്ഷ്മി അവർക്കൊക്കെ ഡബ് ചെയ്യുന്നത് ആൻഡ്രലേച്ചിയാണ്. ഏത് സിനിമയിലാണ് 9 ക്യാരക്ടർ ഡബ് ചെയ്തത്? സ്ഥലത്തെ പ്രധാന പയ്യൻ. ആണുങ്ങൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട് ചേച്ചി. കാലാൽപ്പട. ഈ കന്മദത്തിലെ ആ വൃദ്ധയുടെ ശബ്ദം
എനിക്കൊന്ന് ലൈവായിട്ടൊന്ന് കേൾപ്പിച്ചു തരുമോ? ഞാൻ ഉൾപ്പെടെയുള്ള പലരും ഡബിങ് എന്ന് പറഞ്ഞ പരിപാടി നിർത്തിക്കളയും. ഇതാണ് ഡബിങ് എന്ന് പഠിക്കുന്നത്. അതൊന്ന് എനിക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തന്നെ. ഇപ്പൊ ഈ കാണിച്ച സീനല്ല, വേണ്ട. ഇവർ ഈ പാറപ്പുറത്തിരി ഇങ്ങനെ ഈ സിദ്ദിഖിനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ലാലു ബാക്കി വന്നിട്ട് വിളിക്കും, മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിക്കും. അപ്പൊ തിരിഞ്ഞിട്ടൊരു ആ സീന് ഞാൻ പറയാം. മുത്തശ്ശി ആരാ? എവിടുന്നാ വരുന്നേ? എൻ്റെ മോന് ഇതേപോലെ വൈകുന്നേരമാവുമ്പോ എന്നെ വിളിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എൻ്റെ കുട്ടി ഇപ്പൊ എവിടാണോ എന്തോ. മോൻ എവിടുന്നാ വരുന്നേ? മോന് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? മോന് പൂക്കളെ ഇഷ്ടമാണോ പുഴകളെ ഇഷ്ടമാണോ? പൂക്കളെയും പുഴകളെയും ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പോടാ അവിടുന്ന്. എന്താ പറയുക ഭാഗ്യ ഈ കാര്യം തോന്നുന്നത് അറിയാം. നമ്മൾ 60s-ലും 70s-ലും ഒക്കെയുള്ള സിനിമകളിൽ അന്നും ഡബിങ് ആർട്ടിസ്റ്റുകൾ ചിലരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ടി.ആർ. റോമന ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ വേറെ ആരോ കോട്ടയം ശാന്ത, അല്ല കോട്ടയം ശാന്തിയുടെ മുമ്പ് വിജയശ്രീക്കൊക്കെ ശബ്ദം കൊടുത്തിരുന്ന വേറെ ഏതോ ഒരു ശബ്ദം കേട്ടിരുന്നു. എനിക്ക് അവർ ആരാന്നറിയില്ല. അങ്ങനെയൊക്കെയുള്ള പലരും ഇപ്പം MTയുടെ ഒക്കെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും അവർ ഇപ്പം MT എന്നത് വള്ളുവനാടൻ ഏറനാടൻ ഭാഷയാണെങ്കിലും തിരുവിതാംകൂർ ഭാഷയിൽ ഡബ് ചെയ്യുന്ന പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ജനറേഷൻ വന്നതിന് ശേഷമാണ് അതിനൊരു ചേഞ്ച് വന്നത് സത്യത്തിൽ. കോട്ടയം ശാന്തി ചേച്ചി, ആനന്ദവല്ലി ചേച്ചിക്ക് ഇപ്പോൾ IV ശശിയുടെയും ഒക്കെ MT ആൾക്കൂട്ടത്തിൽ തന്നെ അങ്ങനത്തെ ഉള്ള പടങ്ങൾ വരാൻ തുടങ്ങി. ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ ഇറങ്ങി. ഞാനുള്ളവർ കുറച്ച് പേർക്ക് എനിക്കും വള്ളുവനാടൻ ഭാഷ വളരെ ഈസി ആയിരുന്നു. ഞാൻ ഏറനാടുകാരനാണ്. അപ്പൊ ആ ഭാഷ ശരി MT എഴുതി വെക്കുന്നത് അതാണ്. അപ്പൊ അന്നും പക്ഷേ ഈ ഹീറോയിൻസിനെ ഡബ് ചെയ്യുന്ന പലരും ഈ അച്ചടി ഭാഷ ഡബ് ചെയ്തിരുന്നവരുണ്ടായിരുന്നു. അതിനെനിക്ക് ഭയങ്കര എതിർപ്പാണ്. അങ്ങനെയുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കം ആർട്ടിസ്റ്റ് അവരിപ്പോഴും ഉണ്ട്. അവർ പറയുന്നൊരു വാക്ക് ഞാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലായി. ആണുങ്ങളൊക്കെ ഡബിങ് ആർട്ടിസ്റ്റുകൾ ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇവരൊക്കെ അന്ന് അച്ചടി ഭാഷ ഡബ് ഇരിക്കുന്നത്. ഇവരൊക്കെ വന്നിട്ടാണ് അതിന് ചേഞ്ച് വരുത്തിയത് സത്യത്തിൽ. ആനന്ദവല്ലി ചേച്ചി നമസ്കാരം. ഉണ്ണേട്ടാ, ഞാൻ എപ്പോഴും സ്റ്റുഡിയോയിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ മദ്രാസിൽ കോമ്പിനേഷൻ ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്നും നമുക്ക് പൈലറ്റ് ട്രാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അന്നും പൈലറ്റ് ട്രാക്ക് കേൾക്കും, ചില അപൂർവം പടങ്ങൾക്ക് മാത്രം നമ്മൾ പൈലറ്റ് ട്രാക്ക് കേൾക്കും. പിന്നെ നമ്മൾ ആ ഡയലോഗ് ബൈഹാർട്ട് ചെയ്ത് നമ്മൾ ഡബ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് ഡബ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. ഒരു സൗണ്ട് എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് അതൊരു നല്ല പ്രവണതയാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ഈ പൈലറ്റ് ട്രാക്ക് കേട്ടുകൊണ്ട് ഡബ് ചെയ്യുന്നത്, ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതിനല്ല, ഒരു ആർട്ടിസ്റ്റിന്റെ സൗണ്ട് കേട്ടുകൊണ്ട് അതിനോടൊപ്പം ഡയലോഗ് പറയും. അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, ഈ ഒരു ഷോട്ട് ഒരു ഡയറക്ടർ എടുക്കുമ്പോൾ ഓക്കെ ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ ആ പറഞ്ഞ ഡയലോഗും കൂടി ഓക്കെ ആവണം. നാച്ചുറലി ഇപ്പോൾ മറ്റുള്ള ലാംഗ്വേജിൽ നിന്ന് ഒരു അഭിനയിക്കുന്ന ആൾ വന്നാൽ ശരി, അത് ഓക്കെ ആയിരിക്കില്ല. അതിന് കോംപ്രമൈസ് ചെയ്യണം. മലയാളികൾ തന്നെ അഭിനയിക്കണമെങ്കിൽ ആ ഓക്കെ ടേക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കിൽ ആ ഡയലോഗ് കൂടി ഓക്കെ ആയിരിക്കണം. അപ്പോൾ ഡബ് ചെയ്യുമ്പോൾ ആ ഡയലോഗ് കേട്ടാലേ അതേപോലെ പറയാൻ പറ്റും. ആ പറഞ്ഞ ഡയലോഗ് തന്നെ കേൾക്കണം. അത് കേൾക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഹെഡ്ഫോൺ വെച്ച് കേട്ടുകൊണ്ട് തന്നെ ചെയ്യും. പക്ഷെ നേരെ മറിച്ച് തിലകൻ ചേട്ടൻ പിന്നെ സിദ്ദിഖ് ഒക്കെ ഡബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരിക്കലും നമ്മൾ പൈലറ്റ് ട്രാക്ക് കേട്ടുകൊണ്ടേ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പറയുന്നത് നമ്മളുടെ അല്ല, ഈ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ അനുസരിച്ചിരിക്കും. അദ്ദേഹം തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ വലിയൊരു മഹാന, അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾക്ക് അത് ആവശ്യമില്ല. അവർക്ക് എപ്പോൾ വേണിച്ചത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നത് ഭാഗ്യലക്ഷ്മി ചോദിച്ചതിന്റെ ഉദ്ദേശം എനിക്ക് തോന്നിയത്, അത് ആദ്യം റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഇത് കേട്ടോട്ടെ, ടേക്ക് സമയത്ത് വേണോന്നുള്ള ഓഡിയോ മാറ്റി വെക്കുന്നതല്ലേ ഒരു കാരണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, ഒരു മോഡുലേഷൻ വരുത്തണമെങ്കിൽ ഇതൊരു ഡിസ്റ്റർബൻസ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അത് ഡിപ്പെൻസ് ആണ് ആർട്ടിസ്റ്റ്. ഭാഗ്യലക്ഷ്മി ചിലപ്പോൾ അങ്ങനെ പറ്റുമായിരിക്കും, അല്ലാതെ പറ്റാത്ത ആൾക്കാർ കേട്ടുകൊണ്ട് പറയായിരിക്കും എളുപ്പം. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അഭിനേതാവിൻ്റെ ശബ്ദം അനുയോജ്യമല്ലാത്ത സന്ദർഭത്തിൽ മാത്രമല്ലേ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം ആവശ്യമായിട്ട് വരുന്നത്. കൂടാതെ മലയാളികളായ സ്റ്റാർ അവരുടേതായ ശബ്ദത്തിൽ അഭിനയിക്കുന്നതല്ലേ നല്ലത്, എൻ്റെ അഭിപ്രായമാണ്. റീജിയണൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, മറ്റുള്ള സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവർ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ ടാലൻറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കേരളം വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ നാച്ചുറലി വേറെ പുറമേയുള്ള ആർട്ടിസ്റ്റുകളെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ടാലൻറ്റ് നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഡബ് ചെയ്താൽ മതിയാവും. അവർക്ക് മലയാളം പറയാറിയത് റീജിയണൽ ലാംഗ്വേജിൽ ഈ ഡബ്ബിങ് നിലനിന്നേ പറ്റും, നിലനിൽക്കും.
എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സിംഗ് സൗണ്ടിലേക്ക് പോയാലോ? സിംഗ് സൗണ്ടിലേക്ക് പോയാലും ഔട്ട്സൈഡ് കേരളയിലുള്ള ആൾക്കാർക്ക് അഭിനയിച്ച ഡബ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു പടത്തിൽ ഒരാൾ മാത്രം ഡബ് ചെയ്ത് ബാക്കിയെല്ലാം സിംഗ് സൗണ്ട് പറ്റില്ല. അല്ല, ഔട്ട്സൈഡ് ചെയ്യുന്നത് ഇപ്പൊ അവിടെ സ്പോട്ടിൽ ഡബ് ചെയ്യുന്നുണ്ട്. ഇല്ല, അതൊരു കോംപ്രമൈസ് ആണ്. അല്ല, ജയരാജിന്റെ അതിലേക്ക് വരാം സെനേറ്റ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജയരാജിന്റെ സിനിമയിൽ തന്നെ ലൗഡ് സ്പീക്കറിൽ ആ നായികയ്ക്ക് ഡബിംഗ് ആർട്ടിസ്റ്റിനെ സ്പോട്ടിൽ കൊണ്ട് നിർത്തിയാണ് ഡബ് ചെയ്യുന്നത്. അതെ, അങ്ങനെയാണ്. പക്ഷെ ഒരു പടത്തിൽ അങ്ങനെ ചെയ്തു. അതാ, ഒരു പടത്തിലല്ലേ അത് സാധിക്കുള്ളൂ. ടെക്നിക്കലി ചെയ്യാന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ അറ്റ്മോസ്ഫിയർ സിങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, അല്ലാതെ ഡബിംഗ് ആയിട്ട് നിലനിൽക്കില്ല. സ്റ്റുഡിയോയിൽ ചെയ്യുന്നില്ല എന്നല്ലേ ഉള്ളൂ. അതൊരു ഡബിംഗ് തന്നെയാണല്ലോ, അറ്റ്മോസ്ഫിയർ സിങ്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് എത്ര കാലം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമല്ലേ? അല്ല, അത് ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞത്, ഒരു ട്രെൻഡ് മാറി വരുന്നതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? അല്പസ്വല്പം മലയാളം അറിഞ്ഞുകൂടെങ്കിൽ പോലും അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നൊരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. പരമാവധി നാച്ചുറൽ വോയിസ് വരട്ടെ. ഇപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മൾ നായികയുടെ ശബ്ദം സ്വീറ്റ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ അന്തവല്ലി, ഭാഗ്യലക്ഷ്മി, ദേവി ഇങ്ങനെയുള്ളവരുടെയൊക്കെ ശബ്ദം സ്വീറ്റാണ്. ഇപ്പം ആ സ്വീറ്റ്നെസ്സിനെക്കാളും വേണ്ടത് വേറെ ശബ്ദം, ഒരു ബേസ് വോയിസ് ഒക്കെ ആയാലും കുഴപ്പമില്ല പെണ്ണുങ്ങൾ. അതാണ് പാട്ടിൽ പോലും വ്യത്യാസം. ഇത്രയും ഗന്ധർവനാദം കേട്ട് 50 കൊല്ലം കേട്ട നമുക്കിപ്പോ നമ്മൾ കേൾക്കുന്നതൊക്കെ വേറെന്തോ വൃത്തികെട്ട ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഞാൻ പറയും, എനിക്കത് അതായത് ഒരു 15-25 കൊല്ലം മുമ്പ് നമ്മൾ ട്രാക്ക് പോലും പാടിപ്പിക്കാത്ത പാട്ടുകാരാണ് പലരും മലയാള സിനിമയിൽ ഇപ്പൊ പാടി ഭയങ്കര 2 ലക്ഷം രൂപയൊക്കെ ബോംബെയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ചില പാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ട്രാക്ക് പോലും പാടിപ്പിക്കത്തില്ലായിരുന്നു 25 കൊല്ലം മുമ്പ്. അതിപ്പോ ഈ ഹസ്കി കൂടി എന്തായാലും കാറ്റാണ് കൂടുതൽ വരുന്നത് ചില പാട്ടുകൾ. അപർണയുടെ ശബ്ദം സ്വന്തം ശബ്ദമായിരുന്നു. അല്ല, അപർണയുടെ ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപർണയുടെ ഏഞ്ചൽ എന്ന് പറയുന്ന ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് ചെയ്തത്. എനിക്ക് അപർണ അതിന് മുമ്പ് അഭിനയിച്ച ABCDയിലും ആ കുട്ടീനെ, അതുകൊണ്ടാണ് ഞാനും ഏഞ്ചലിൽ തന്നെ വിളിക്കാൻ കാരണം. ആക്ച്വലി ആ കുട്ടി നന്നായിട്ട് മലയാളം പറയില്ലേ? കറക്റ്റ് ആയിട്ട് പറയില്ല. അതായത് നമുക്ക് ആ ഇംഗ്ലീഷ് ആക്സെന്റ് ഉണ്ട്. പിന്നെ ചെന്നൈയിൽ ജീവിച്ചതിന്റെ, അവര് മലയാളിയാണെങ്കിലും ചെന്നൈയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ അതിന്റെ നമുക്ക് ഒരിക്കലും ഡബ് ചെയ്യിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കൃഷ്ണൻ റഹ്മാനും ചാക്കോച്ചനും ഒക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചൻ ഒരേ ഒരു പടം ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു 16 പേരെ കൊണ്ട് വോയിസ് ടെസ്റ്റ് നടത്തിയിട്ട് എന്നെ വിളിക്കണ്ടെന്ന് വെച്ചിട്ടാണ് പാച്ചിക്ക. കാരണം ഞാൻ സ്ഥിരം ശബ്ദമല്ലേ ആ സമയത്ത്, റഹ്മാന്റെയും വിനീതിന്റെ ഒക്കെ. അവിടെ എന്നെ വിളിക്കണ്ടെന്ന് വെച്ചിട്ട് വേറെ ഒരു ഫേമസ് പ്ലേബാക്ക് സിംഗറെ വരെ വോയിസ് ടെസ്റ്റ് നടത്തിയെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. കുഞ്ചാക്കോ ബോബനെ കൊണ്ട് ഫുൾ പടം ഡബീപിച്ചിരുന്നു അത്രേ. എന്നിട്ട് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് റിലീസിന് ഒരാഴ്ചയെ ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഇത് വോയിസ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം സമയമില്ല. പ്രസാദ് ലാബിൻ്റെ മുകളിലുള്ള ആ ചെറിയ തിയേറ്ററിൽ അവിടെ ഒഴിവില്ല അവർക്ക്. അവസാനം ഒരു 3 ദിവസം വൈകുന്നേരം 5 to 9 ഈ 3 5 to 9 അടിച്ചുവിട്ട പടമാണത്. സത്യമായിട്ടും ചെയ്തതാണ്. അതാ പറഞ്ഞ പിന്നെയും ഒരു 15 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത്ര. അപ്പൊ അത് എന്നെ കൊണ്ട് മാറ്റിച്ചിട്ട് എനിക്കത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ പാച്ചിക്കാൻ ഡബ് ചെയ്യിപ്പിക്കുന്ന കാര്യം അറിയണം. നമ്മൾ അടുത്തിങ്ങനെ വന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയി വിചാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പക്ഷേ എന്തിനാ നമുക്ക് ഒന്നും കൂടി അവിടെ ഒന്ന് മാറ്റിയെടുക്കാൻ. അവസാനം ഞാൻ പറയും, എന്റെ പാച്ചിക്ക എനിക്ക് ഇതിന് കൂടുതൽ വരില്ല, ഇത് ഓക്കെ വെക്ക് പ്ലീസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ അല്ലല്ല നിനക്ക് വരും, അതൊന്നും കൂടി എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു പാച്ചിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ആർക്കൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അവരാരും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു താങ്ക്സ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്രയും കാലമായിട്ട് എനിക്ക് അവരൊക്കെ ആയിട്ട് ഞാൻ വളരെ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഈ കുഞ്ചാക്കോ ബോബൻ എന്നുള്ള ഒരാൾ മാത്രമാണ് ഈ പടം കഴിഞ്ഞ് അടുത്ത പടത്തിൻ്റെ പൂജ തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻവിറ്റേഷനുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ക്ഷണിക്കാൻ വന്നു, താങ്ക്സ് പറഞ്ഞു. ബോബൻ കുഞ്ചാക്കോ ബോബൻ്റെ അച്ഛനും 2 പേരും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം, അത് കഴിഞ്ഞ ഉടനെ അമേരിക്കയിലൊരു ഗാനമേളയ്ക്ക് ഞാൻ പോയപ്പോൾ കുറേ പെൺകുട്ടികൾ എൻ്റെ ചുറ്റും വന്നത് കുഞ്ചാക്കോ ബോബൻ്റെ ശബ്ദമല്ലേ എന്ന് ചോദിച്ചിട്ടാണ്. ഈ 3 എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം അനിയത്തി പ്രഭനെ പറ്റി ഓർമ്മ. ഈ ശബ്ദം മാറ്റാൻ ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നത് ചില പ്രത്യേക ശരീരത്തിൽ കൂടെ നമ്മുടെ ശബ്ദം വരുമ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് ചെറുതായിട്ടൊക്കെ മാറ്റം വരുന്നുണ്ടായിരിക്കാം എന്നുള്ളതല്ലാതെ വേറെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പൊ ഞാൻ ആ പാടെ വോയിസ് മാറ്റി ചെയ്തിട്ടുള്ളത് കാബൂളി വാല എന്നുള്ള പടത്തിൽ മാത്രമാണ്. അതിൽ വോയിസ് മാറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സർഗത്തിലും പറയാം, സർഗത്തിൽ 3 സ്റ്റേജ് ഉണ്ട്. മറ്റേ വിനീതന് ഒരു വളരെ ചെറിയ കുട്ടിയായിട്ടുള്ളത്, പിന്നെ ഒരു മീഡിയം സ്റ്റേജ്, പിന്നെ വളരെ ദാസേട്ടൻ്റെ ഒക്കെ ഒരു ലെവലിൽ ഭയങ്കര താടിയൊക്കെ വെച്ച് വലിയ ഗായകനായിട്ട് അവിടെ കുറച്ച് ഓവർ ബേസ് ഒക്കെ ഇട്ട് സംസാരിച്ചു എന്നുള്ളതല്ല. കാബൂളി വാലയിലും കുറച്ച് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള, മറ്റേ അതുവരെ എല്ലാം ഈ കുട്ടിക്കളി സംഭവമായിരുന്നല്ലോ നമ്മുടെ.
അപ്പോൾ അത് അങ്ങനെ ചെറിയ ചേഞ്ചസ് വരുത്തി എന്നുള്ളതല്ലാതെ എനിക്ക് വല്ലതും തോന്നില്ല. എനിക്ക് കുറച്ച് മുമ്പ് പറഞ്ഞ ഈ കാര്യത്തിൽ ഒരു തമാശ തോന്നി. നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ അനുഭവം ഉണ്ടാവും. ഡെയ്സി എന്നുള്ള പടം ശ്രീജയും ഞാനും ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഹിന്ദിക്കാരിയാണ് അതിലെ നായിക. അപ്പോൾ അവരും ഈ പയ്യനും കൂടിയുള്ള ഡയലോഗാൻ പറ്റേ, ഈ ഹരീഷ് എന്ന് പറഞ്ഞ പുതിയ നായകൻ. അപ്പോൾ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കോമ്പിനേഷൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടി പറയുന്നു, ഈ പയ്യൻ്റെ അമ്മയുടെ അടുത്ത് എന്തോ ഒരു ലഹള. അപ്പോൾ ഈ പെണ്ണ് പറയുന്നു, ഒന്നുമില്ലെങ്കിൽ നിൻ്റെ പെറ്റമ്മയല്ലേ, നീ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുന്നത്. ഈ കുട്ടി ഹിന്ദിക്കാരി പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നിന്റെ പട്ടിയമ്മയല്ലേ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ശ്രീജ ഡബ് ചെയ്ത് വന്നപ്പോൾ ആ പട്ടിയമ്മയല്ലേ ഒരു പെർഫെക്റ്റ് ആയിട്ട് പട്ടിയമ്മയല്ലേ പെറ്റമ്മയല്ലേ കറക്റ്റ് ലിപ്പായിരുന്നത്. അപ്പോൾ ഇത് ആ സിനിമ ഇപ്പോഴും ടി വിയിൽ ഇടുമ്പോൾ ആ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. ചന്ദ്രമോഹൻ ഈ പറയുന്ന മാതിരി ഏതെങ്കിലും ശബ്ദം കൊടുത്ത നായകന്മാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്? ഉണ്ട്, ശങ്കറിൻ്റെ തീർച്ചയായിട്ടും. പിന്നെ രവീന്ദ്രൻ, പിന്നെ പറയാത്ത നടന്മാരും ഉണ്ട്. പറയാത്തവരായിരിക്കും കൂടുതൽ അല്ലേ? അന്നലേച്ചി, കുഞ്ഞുങ്ങൾക്ക് മുതൽ ഈ പറയുന്ന 85-90 വയസ്സായ കഥാപാത്രങ്ങൾ വരെ ഡബ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഒരു പല്ലില്ലാത്ത പിന്നെ കിളവിക്ക് ഡബ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഫേസും ഒക്കെ മാറ്റി, കുഞ്ഞിനാണ് ഡബ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഡയലോഗ് പറയുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ അങ്ങ് പറയും. എന്തുവാ വാവയുടെ പേര്? എന്റെ പേര് പേര് ഇത്ര ആലോചിക്കണം എന്തിനാ? അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിയാണോ? അമ്മുക്കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. അമ്മുക്കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അമേരിക്കയില്. ആ, കുഞ്ഞാരുടെ കൂടെയാ? നാണം വന്നു, അമ്മുക്കുട്ടിക്ക് നാണം വന്നു. ഇതേപോലെ കോട്ടയം ശാന്തി ചേച്ചി ഒരു പ്രാവശ്യം ഡബ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചേച്ചിയൊക്കെ അങ്ങനെയായിരിക്കും ചിലപ്പോൾ, ഭയങ്കരമായിട്ട് കരയുന്ന ഒരു സീനാണ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചേച്ചി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ, പക്ഷെ എഫക്റ്റ് കേൾക്കുന്നത് കരയുന്ന ശബ്ദമാണ്. ആന്നല്ലേ ചേച്ചി ഒന്ന് കരഞ്ഞ് ചുമ്മാ ആകാശദൂതിലെ ഡയലോഗ് ഒരു ദിവസം കൂടി മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. എൻ്റെ മക്കളെ കണ്ടെനിക്ക് കൊതി തീർന്നില്ല. ഒരു ദിവസം, ഒരൊറ്റ ദിവസം കൂടി. ഇതുപോലൊരു ഡയലോഗ് പറഞ്ഞേ. അല്ല, ഡയലോഗുകൾ ഓർത്തിരിക്കുന്നേ എത്ര വർഷം മുമ്പുള്ള പടമാണ്. എന്നിട്ട് തൂവാനത്തുമ്പിയുള്ള ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോനെ തടി കോൺട്രാക്ടറെ, ഉള്ളത് പറ, നീ ആരാ? നീ എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ലാലിന്റെ അടുത്ത് സുമലതയുടെ ഇന്നും എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഇന്ന് വരെ അതൊരു ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അല്ലേ ആ സിനിമയുടെ? ഒരു ഡയലോഗ് പറഞ്ഞേ. പെട്ടെന്ന് ദൃശ്യം ഓർമ്മ വരണ്ട, അത് പറയാം. ഒരുപാട് ഡയലോഗ്സ് ചേർത്ത് പറയാമേ. അതെല്ലാം ഇൻ ബിറ്റ്വീൻ കൗണ്ടേഴ്സ് വരുന്നതാണ്. എൻ്റെ ജോർജൂട്ടി, നാടോടുമ്പോൾ നടുവേ ഓടണം. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കാച്ചിറപ്പള്ളി അച്ഛൻ്റെ ധ്യാനം കൂടണം എന്നുള്ളത്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഞാനും മക്കളും മാത്രമായിട്ട് പോകുന്നില്ല. കുടുംബധ്യാനത്തിന് കുടുംബം മുഴുവനാണ് സംബന്ധിക്കേണ്ടത്. ജോർജൂട്ടി, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയാ ജോർജൂട്ടി? എൻ്റെ മക്കള് നാണം വന്നു. അത് ആദ്യമൊക്കെ ഡബ് ചെയ്യുമ്പോഴ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ഹീറോയിനെ ഡബ് ചെയ്ത് പറഞ്ഞു. എനിക്ക് ഐ ലവ് യു എന്ന് പറയാൻ പറയുമ്പോൾ ഭയങ്കര നാണം വരും. ഞാൻ എല്ലാരെയും നോക്കും, എൻ്റെ മുഖത്ത് ആരെങ്കിലും നോക്കുന്ന. ഇപ്പൊ എത്ര പ്രാവശ്യം അത് കഴിഞ്ഞ് പറഞ്ഞു എനിക്കറിയാൻ പറ്റില്ല. ആരോട്? ഒരിക്കൽ ഡബ് ചെയ്തപ്പോ ഭ്രമരം ഡബ് ചെയ്തപ്പോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലാഷ് ബാക്കിൽ ഭൂമികയ്ക്ക് വരുന്ന പോർഷനാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാല് ഒന്ന് ഫ്രാക്ചറായിട്ട് പറഞ്ഞ ദിവസം എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. അപ്പം പറഞ്ഞതിനൊരു 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അസോസിയേറ്റ്സും ആരുമില്ല, ഞാനും സാറും ബ്ലസ്സി സാറും റെക്കോർഡിസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഡബ് ചെയ്യുന്നിടത്ത് ആരുമില്ല. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം, ആരും ഇല്ലാണ്ടിരുന്ന ഡബ് ചെയ്യണതാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് സാർ ആദ്യമേ കൊണ്ട് കയ്യിൽ തന്നു. അത് ഡബ് ചെയ്ത് കഴിഞ്ഞു. തീർന്നു ദേവി, താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ തൊഴുതു ഇറങ്ങാൻ നേരത്തെ സാർ, അയ്യോ പാട്ടിൻ്റെ ഇടയിൽ കുറച്ച് എഫക്ട്സ് ഉണ്ട്, ചായ കുടിച്ചിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ട് തിരിച്ച് കയറുമ്പോൾ എനിക്ക് ആ മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ സ്ഥലമില്ല.
അത്രയാണ് ആള് ഈ ആരൊക്കെയോ കുറെ കുട്ടികള്, കുറച്ച് വയസ്സായ ആൾക്കാർ ചെയ്യേണ്ടതല്ല എല്ലാ പാട്ടിന്റെ ഇടയിൽ വരുന്ന അവരുടെ ഇന്റിമസി ഉള്ള എഫക്ട്സ് ആണ്. ഞാൻ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് ഐ ലവ് യു പറഞ്ഞേ. എങ്ങനെ പറയണേ, ഏത് മൂഡിൽ പറയണം? ഒരു 3-4 ടൈപ്പ് ഐ ലവ് യു. മോഹൻലാൽ പറഞ്ഞ മാതിരി പറ, എന്നോട് പറ ഐ ലവ് യു. ആ സീൻ ചേച്ചി ഡബ് ചെയ്തിരിക്കുന്ന കേട്ടിട്ടില്ലേ? ചേച്ചി അതൊന്ന് പറയുന്നത് നീ ആദ്യം പറ. ഇല്ല ലാലു പറയുന്നത് അയ്യ ഇതെന്തൊരു ഐ ലവ് യു. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. നിങ്ങളൊക്കെ നിയോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആണ് അല്ലേ? എന്ത് കോഴ്സിന് പഠിക്കുന്ന? ഡയറക്ഷനാണോ, അഭിനയമാണോ, ഡബിങ് ആണോ? ആക്ടിങ്. ഓക്കെ. ക്ലാസ് എടുക്കാൻ ആക്ടേഴ്സ് ഒക്കെ വരാറുണ്ടോ? വരാറുണ്ട്. ഡയറക്ടേഴ്സ് വരാറുണ്ട്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് ഇവരോട് സംസാരിക്കാൻ. സംവിധായകനുണ്ട്, സൗണ്ട് റെക്കോർഡിസ്റ്റ് ഉണ്ട്, ആക്ടറുണ്ട്, ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചോദിച്ചോളൂ. സിംഗറും ഉണ്ട്. സിംഗറുണ്ട്. അതെ, പാട്ടുകാരൻ. നമസ്കാരം. നമസ്കാരം. സാറ് വന്ന ടൈമിൽ വ്യത്യാസമായിട്ട് ഇപ്പോൾ ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഗുണമാണോ അതോ ദോഷമാണോ കൂടുതലും വരുത്തിയേക്കുന്നത്? പിന്നെ അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും, സാറിപ്പോൾ റഹ്മാൻ സാറിന് ഒരുപാട് പടത്തിൽ ഡബ് ചെയ്തുല്ലോ, അതിലേതെങ്കിലും സീൻ, സാറ് നല്ലൊരു ആക്ടറാണ്, നമ്മൾ കണ്ടാക്കുന്നതാണ് രതി നിർവേദയ്ക്കും, അപ്പം അതേ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു പടം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടോ സ്വന്തമായിട്ട്? റഹ്മാൻ ചെയ്ത പടത്തിലത്തെ ഇല്ല എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തത് വേറെ ആരെങ്കിലും ചെയ്താൽ വളരെയധികം നന്നാവുന്ന അഭിപ്രായം. ഈവൻ രതി നിർവേദം തന്നെ അങ്ങനെയാണ്. അതിന് അങ്ങനെ ഒരു അഭിപ്രായമില്ല എനിക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ AVM ഈ തിയേറ്റർ വളരെ ചെറിയൊരു തിയേറ്ററാണ്. അതിനകത്താണ് ഞാനൊക്കെ രതി നിർവേദമൊക്കെ ഡബ്. എന്തോ എൻ്റെ ഒരു ഭാഗ്യമാണ് ആദ്യത്തെ സിനിമേനെ സ്വന്തം വോയിസ് കൊടുക്കാൻ പറ്റിയത്. സാധാരണ ഇക്കാലത്തൊക്കെ ആണെങ്കിൽ ആദ്യത്തെ സിനിമ ഏതെങ്കിലും ഒരാളെ വെച്ചിട്ട്, കാരണം ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്നുള്ള വിചാരം കൊണ്ട് എന്നെ കൊണ്ടാണ് ചെയ്യിച്ചത്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുകയാണ് ഇന്നത്തെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നന്നാക്കാമായിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഡബ്ബിങ്ങിൽ. അന്ന് സൗകര്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അന്ന് പെട്ടെന്ന് ഭരതേട്ടൻ ഡബ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പത്മനാഭൻ സാറ് കയറി വന്നു. ഒരു സീൻ ജയഭാരതിയുടെ അടുത്ത് അവസാനം പിറ്റേ ദിവസം ഞാൻ കോളേജിലേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് രാത്രി സർപ്പക്കാവിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. സർപ്പക്കാവിലേക്ക് ഞാൻ നാളെ പോവുകയാണ്, ചേച്ചി ഇന്ന് രാത്രി സർപ്പക്കാവിലേക്ക് വരണം, ഞാൻ അവിടെ ഉണ്ടാവും. അതുവരെ ഭരതേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഷോട്ട് ചേഞ്ച് ആണ്. അന്ന് ഈ ലൂപ്പ് സിസ്റ്റം അല്ലേ. അപ്പോൾ അടുത്ത ഷോട്ട് അതിലിട്ടു. ഭരതേട്ടൻ എന്തിനോ പോയി, പത്മനാഭൻ സാറ് വന്നു. അപ്പം ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഒരു ഉറപ്പിച്ച് പറയുന്നുണ്ട് വരണം എന്ന് പറയണത്. അപ്പോൾ അത്രയും നേരം പറഞ്ഞ ആ മൂടിന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്മനാഭൻ സാർ എന്നെ കൊണ്ട് ഇങ്ങനെ മാറ്റിച്ചുകൊണ്ടിരുന്നു. ഇത് പോരാ, കുറച്ചും കൂടി ഇത് വേണം. അതെടുത്തു. അപ്പം നമുക്ക് അതിന് മുമ്പത്തത് ഏത് മൂഡിലാണ് എടുത്തത് എന്നുള്ളത് ഇട്ട് കേൾക്കാനുള്ള സൗകര്യമില്ല. അത് ഇപ്പോഴാണെങ്കിൽ നമുക്കതിങ്ങനെ കേട്ട് അടുത്തതിലേക്ക് വരാം. അപ്പോൾ അത് കേൾക്കാത്തതുകൊണ്ട് ഇപ്പോഴും ആ സിനിമ കാണുമ്പോൾ ഞാൻ നാളെ പോവാണ്, ചേച്ചി വരണം എന്ന് പറഞ്ഞത് കുറച്ചുകൂടി വേറൊരു മൂഡിലായിപ്പോയി ആ പറഞ്ഞത്. വോയിസിൻ്റെ ലെവലൊക്കെ മാറിപ്പോയി. ആ ഒരു അബദ്ധം ഇന്നത്തെ കാലത്താണെങ്കിൽ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ കുറേ അങ്ങനത്തെ ഗുണങ്ങൾ ഇന്നത്തെ സൗകര്യങ്ങളുണ്ട് ഉണ്ടെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഈ ടോട്ടലി എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുമ്പോഴത്തെ ഒരു സുഖം അത് നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതിപ്പോൾ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ പാട്ട് റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം നമ്മുടെ പുതിയ ഇത് വന്നു. പുതിയത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ഗുണങ്ങളായിരിക്കും കൂടുതൽ, വളരെ ദോഷങ്ങൾ വളരെ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ടറും ആക്ട്രസും ചെയ്യുന്ന ക്യാരക്ടർ വേറൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചെയ്യുമ്പോൾ ആ ആക്ടർ ചെയ്ത അല്ലെങ്കിൽ ആക്ട്രസ് ചെയ്ത അതേ ഇമോഷനിലേക്ക് വരാൻ എന്തെങ്കിലും പ്രിപ്പറേഷനോ അതല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ആ ഇമോഷനിലേക്ക് വരികയാണോ? സ്ക്രിപ്റ്റ് വായിച്ചാലേ ഡയറക്ടർ നമുക്ക് പറഞ്ഞു തരുമല്ലോ. അത് എങ്ങനെയാണെന്നുള്ളത് ഒരു സംഭവിച്ചു പോകുന്ന കാര്യമാണ് എൻ്റെ മോനെ. സത്യമായിട്ടും അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല. പിന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഡയറക്ടേഴ്സ് ഈ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ, അതേ ഒരു കാര്യമുണ്ട് കൃഷ്ണേന്ദ്ര, അവൻ്റെ മുഖത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ, നീ ഒന്ന് പറഞ്ഞു കൂട്ടിക്കോ എന്ന് പറയും. അങ്ങനെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ കുറച്ച് കൂട്ടി പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല പടങ്ങളിലും. അത് പിന്നെ അങ്ങോട്ട് ഒരു സാധനം ആദ്യത്തെ റീല് നമ്മൾ എന്തായാലും പ്രശ്നമായിരിക്കും. നമ്മൾ കിടന്നിങ്ങനെ കുറച്ച് ആദ്യത്തെ റീല് ചെയ്യുമ്പോൾ ഒരു സ്വല്പം, പിന്നെ നമ്മൾ 4 കാലിൽ അങ്ങോട്ട് വീഴും. അതാണ് സംഭവിക്കാറുള്ളത്. അതെങ്ങനെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നു എന്നേ പറയാനുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് അതിനൊരു വഴിയൊന്നും പറഞ്ഞുതരാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ട് പരിപൂർണമായിട്ടും
ആർട്ടിസ്റ്റ് അഭിനയിച്ചതിനേക്കാൾ പെർഫെക്റ്റ് ആയി എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് സിനിമയുണ്ടോ? അതോ എടുത്തു പറയത്തക്ക ഏതെങ്കിലും ഒരു സിനിമ? കുറേ സിനിമകൾ അങ്ങനെ ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാവുന്നത് കഥാനായകൻ എന്നൊരു സിനിമയുണ്ട്. കഥാനായകനിൽ കലാമണ്ഡലം കേശവൻ എന്ന് പറയുന്ന കഥകളി ചെണ്ടക്കാരൻ, അദ്ദേഹമായിരുന്നു അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. മനോഹരമായിട്ട് വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തും പുള്ളി പറയുമായിരുന്നു, ഇത് എന്നെക്കൊണ്ട് എന്നെ ഡബ് ചെയ്യിപ്പിക്കണം, കാരണം ഞാൻ ആ വള്ളുവനാടൻ ശൈലി അത്രയും നന്നായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മാഷ് തന്നെയാണ് ഡബ് ചെയ്യുന്നത്, സംശയമില്ല എന്നൊക്കെ പറഞ്ഞ് ഡബ്ബിങ്ങിലേക്ക് വന്നു. ഡബ്ബിങ്ങിലേക്ക് വന്നപ്പോഴാണ് പുള്ളിയുടെ ഒരു പ്രശ്നം തുടങ്ങിയത്. ഈ ടെക്നോളജിയാണ് പുള്ളിക്ക് പ്രശ്നം. അതായത് ഇത് കാണുമ്പോൾ ലിപ്പ് നോക്കി പറയുക. ഈ ലിപ്പ് നോക്കി പറയുമ്പോൾ പുള്ളിയുടെ വള്ളുവനാടൊക്കെ പോയിട്ട് തിരുവനന്തപുരമൊക്കെ കയറി ഒരു നിവൃത്തിയില്ല. അപ്പം ഇയാളെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളും കൂടെ ആയതുകൊണ്ട് എനിക്കതങ്ങോട്ട് കൂടുതൽ പറയാനും പറ്റുന്നില്ല. അപ്പോഴേക്കും അസോസിയേറ്റും എല്ലാവരും അങ്ങ് പങ്കെടുത്തു. അതിൽ സേനായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, കാരണം 2 ദിവസമായി ഒരു 4 റീല് കഷ്ടിച്ചിങ്ങനെ ആയി. അപ്പോൾ അന്ന് രാത്രി ഞാൻ മാഷ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ, അപ്പോൾ ചെന്നൈയിലാണല്ലോ എല്ലാവരും അടുത്ത ഹോട്ടലിലാണ്. മാഷെ വളരെ വിഷമമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഒന്നും തോന്നരുത്, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. മാഷയുടെ വോയിസ് മാറ്റിയേ പറ്റത്തുള്ളൂ. അയ്യോ അതെങ്ങനെയാ മാറ്റുക? അപ്പോൾ വള്ളുവനാട് വരുന്നുണ്ട്, മൈക്കിൻ്റെ മുമ്പ് ഇരിക്കുമ്പോൾ ഇതൊന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞ് ഹരി എന്നൊരു ഡബിങ് ആർട്ടിസ്റ്റുണ്ട്, വലിയ ആക്ടറുമാണ്, നല്ലൊരു ആർട്ടിസ്റ്റുമാണ്, പുള്ളിയെ വിളിച്ച് നമുക്ക് ചെയ്യിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, മാഷ് കൂടെ ഇരുന്നോളൂ. ഹരിയേട്ടൻ വള്ളുവനാടൻ എവിടെയെങ്കിലും മിസ് ചെയ്യുന്ന സമയത്ത് മാഷ് ഒന്ന് ഇടപെട്ടോളൂ. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ആ പറഞ്ഞത്, കാരണം പുള്ളിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുമല്ലോ. പിറ്റേ ദിവസം ഹരിയേട്ടനെ വിളിച്ച് ഹരിയേട്ടൻ വന്നു. അപ്പോൾ ഞാൻ ഹരിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, പ്രായം, വള്ളുവനാട്, സീൻ്റെ മൂഡ്, ഇത് ഇത്രയും ഹരിയേട്ടൻ. ഇതല്ല, ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഹരിയേട്ടൻ്റെ ശബ്ദം പാടില്ല. ഈ ജിസ്മോനൊക്കെ പറയുന്നതിനേക്കാളും വലിയൊരു പ്രശ്നമായിരുന്നു പണ്ട് ഹരിയേട്ടനുള്ളത്. ഹരിയേട്ടൻ്റെ ശബ്ദം വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹരിയേട്ടൻ പറഞ്ഞ് ശ്രമിക്കാം, പറ്റിയില്ലെങ്കിൽ രാജസേനൻ എന്നെ പറഞ്ഞു വിട്ടോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റുഡിയോയിൽ വരുന്നു, ഡിസ്കസ് ചെയ്യുന്നു, മാഷെ പരിചയപ്പെടുത്തി ഡബ്ബിങ് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഓരോ ഇത് ഡബ് ചെയ്യുമ്പോഴും, ഡയലോഗ് ഡബ് ചെയ്യുമ്പോഴും ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഹരിയേട്ടാ ശബ്ദം എന്ന് പറയുമ്പോൾ മറ്റേ വള്ളുവനാട് ഇങ്ങനെ ആ കഷ്ടപ്പെട്ട് എനിക്കൊന്ന് 2.5 ദിവസം മറ്റെടുത്ത് 84 സീനുണ്ട് അദ്ദേഹത്തിന് അതിനകത്ത്. വള്ളുവനാട് പിടിക്കുമ്പോൾ ശബ്ദം പോകും, ശബ്ദം പിടിക്കുമ്പോൾ വള്ളുവനാട് പോകും. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേശവ മാഷ് ഹാപ്പിയായി, കാരണം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിൽ ഹരിയേട്ടൻ ഡബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2.5 ദിവസം കൊണ്ട് ഡബ്ബിങ് തീർത്തു. ഞാൻ ഹരിയേട്ടന് സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ എൻ്റെ വക ഒരു ഗിഫ്റ്റ് കൊടുത്തു. കാരണം നമസ്കരിക്കണം, ഒരു ആർട്ടിസ്റ്റിൻ്റെ ടാലൻ്റ് അത് നമസ്കരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഹരിയേട്ടൻ കണ്ണൊക്കെ നിറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റുഡിയോയിൽ വെച്ചൊരു ഗിഫ്റ്റ് കിട്ടുന്നത് ഡബ്ബിങ്ങിന്. ഞാൻ പറഞ്ഞത് അത് അർഹിക്കുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കലാമണ്ഡലം കേശവൻ ആ സിനിമയിൽ കിട്ടിയ പേര് ഭയങ്കര പേരാണ്. അതിൻ്റെ പകുതി കൂടുതൽ ക്രെഡിറ്റും ഹരിയേട്ടന് കിട്ടേണ്ടതാണ്. അപ്പോൾ അവിടെ ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ ആണ് ഞാൻ പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ചില സിനിമകളിൽ നമ്മളത് വേണ്ടി വരും. ഹരിച്ചേട്ടനാണെന്ന് സത്യത്തിൽ ഹരിയേട്ടൻ പറഞ്ഞത് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് മൈക്കിൻ്റെ മുമ്പ് എന്നുണ്ട്. കാരണം ശരിയായി വരുമ്പോഴേക്കും രാജസേനൻ വിളിച്ച് പറയും, ശബ്ദം ഹരിയേട്ടൻ്റെ ശബ്ദം വന്നു, ഒറിജിനൽ ശബ്ദം വന്നു, അത് മാറ്റണം. ഇങ്ങനെ അദ്ദേഹത്തെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ച്, പക്ഷേ റിസൾട്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ പയ്യാരത്ത് പത്മനാഭൻ എന്നായിരുന്നുള്ള കഥാപാത്രം. അത് അനിയത്തി പ്രാവിൻ്റെ സെയിം വർഷം. അല്ലല്ല, അനിയത്തി പ്രാവിൻ്റെ മുമ്പ്, അനിയത്തി പ്രാവിന് ശേഷമാണ്. അപ്പോൾ അവാർഡ് അങ്ങനെയാണെങ്കിൽ സിനിമ അയച്ചിട്ടുണ്ടാവില്ല, സിനിമ അവാർഡിന് അയച്ചിട്ടുണ്ടാവില്ല. പൊതുവേ നമ്മൾ എനിക്ക് തോന്നുന്നു ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെല്ലാം അഭിനയിക്കാനുള്ള കഴിവുള്ളതുപോലെ തന്നെ പാടാനും നല്ല കഴിവുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ? അനന്തലേച്ചി പാടുമായിരുന്നു, ദേവി പാടും, ഞാനും വലിയ കുഴപ്പമില്ലാതെ പാടും, കൃഷ്ണേന്ദ്രൻ പാടും. ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ജയൻ പാടും, ജിസ്മോൻ പാടുമോ? ചന്ദ്രമോഹൻ പാട്ട് ഇഷ്ടമുള്ള ആളാണ്. പണ്ട് ഞങ്ങൾ പരിചയപ്പെട്ട കാലത്ത് എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അതെ, അപ്പം നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു അസാധ്യ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമുക്ക് സേനേട്ടനെ കൊണ്ട് ഒരു 2 വരി പാട്ട് പഠിക്കും. 2 വരിയേ പറ്റത്തുള്ളൂ? 4 വരി.
പഴയ പാട്ടുകളാണ് അറിയാം. ശ്രുതിലയ മധുരം. അല്ല അതല്ല, അത് സൗന്ദര്യപ്പടക്കം. അത് ഞാൻ സംഗീതം ചെയ്ത പാട്ടുകൾ. എൻ്റെ മ്യൂസിക് സംവിധാനത്തിൽ ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മ്യൂസിക്കിൽ കൃഷ്ണേന്ദ്രൻ ചില നിമിഷങ്ങൾ. പക്ഷെ പടം അല്ലേ, പടം അല്ല ഈ സി ഡി ഉണ്ണികൃഷ്ണൻ അല്ല, മ്യൂസിക് സ്വന്തം മ്യൂസിക്കിൽ സൗന്ദര്യപ്പടക്കത്തിലുണ്ട്. ഞാനൊരു ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും എൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ്. ഈ നിൽക്കുന്നത് 25 സിനിമകൾ എൻ്റെ ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. കന്മതിൽ ഗോപുരവാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു. കരുണാമയനവൻ കാത്തുനിന്നു. ഡബ്ബിങ്ങിന്റെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെയും വിഷയം ഇവിടെ തീരുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണാം.